നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൈക്കിൾ ചരിത്രത്തിൽ പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജാനകിദാസ് കപൂർ. ഹരിയാനയിലെ സോനാപെറ്റ് എന്ന കാർഷിക ഗ്രാമത്തിൽ 1893 ഓഗസ്റ്റ് 12 ജനിച്ചു. 1950 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഒരു ആശയമാണ് നാട്ടിലുള്ള പാവപ്പെട്ട കൃഷിക്കാർക്കും പാൽ കച്ചവടക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വില കുറഞ്ഞ എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈക്കിൾ. 1951 അദ്ദേഹം അതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, അറ്റ്ലസ് സൈക്കിൾസ് ലിമിറ്റഡ് എന്ന പേരിൽ. കമ്പനി രജിസ്റ്റർ ചെയ്ത് മാത്രമേ ഉള്ളൂ. കമ്പനി എവിടെ തുടങ്ങണമെന്ന് പോലും അദ്ദേഹത്തിന് നിശ്ചയമില്ലാത്ത രീതിയിൽ അത്രയും വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ്. ഒടുവിൽ 1952 സോനാപെറ്റിൽ തന്നെ ഒരു വാടകയ്ക്കെടുത്ത സ്ഥലത്ത് ഒരു തകര ഷെഡിൽ ഒരു ചെറിയ സൈക്കിൾ മാനുഫാക്ചറിങ് യൂണിറ്റ് അദ്ദേഹം സ്ഥാപിച്ചു. ആദ്യത്തെ അറ്റ്ലസ് സൈക്കിൾ അങ്ങനെ 1952 പുറത്തിറങ്ങി. വളരെയധികം ജനപ്രീതി നേടിയ ആ സൈക്കിൾസ് നല്ല ചൂടപ്പം പോലെ വിറ്റിഴിയാൻ തുടങ്ങി. ഒരു വർഷം കൊണ്ട് അതിൽ നിന്നും അദ്ദേഹം ധാരാളം സമ്പാദിച്ചു. പിന്നെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ലോൺ കൊടുക്കാൻ ബാങ്കുകളും റെഡിയായിരിക്കും. അങ്ങനെ 1953 സോനാപെറ്റിൽ തന്നെ 25 ഏക്കർ സ്ഥലത്ത് ഒരു സൈക്കിൾ ഫാക്ടറി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അധികം വൈകാതെ ആ സൈക്കിൾ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ തുടങ്ങി. തുടക്കത്തിൽ വർഷം 12,000 സൈക്കിൾസ്, അതായത് ഒരു മാസം 1000 സൈക്കിൾ എന്നുള്ള രീതിയിലായിരുന്നു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതൊക്കെ കൂടി ലക്ഷങ്ങൾ പ്രൊഡക്ഷൻ എന്നുള്ള നിലയിലേക്ക് വളർന്നു. അദ്ദേഹം ആദ്യം തീരുമാനിച്ചിരുന്ന പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും എന്നാൽ വില കുറവുള്ളതും ആയിട്ടുള്ള സൈക്കിൾസ് അത് തന്നെയായിരുന്നു അതിൻ്റെ പ്രധാന ആകർഷണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലേഡീസ് സൈക്കിൾസ് 1954 തന്നെ പുറത്തിറങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പരസ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം അതുവരെ ലേഡീസൊക്കെ, ഇന്ത്യൻ ലേഡീസ് സൈക്കിൾ വിട്ട് ആലോചിക്കാൻ വയ്യ. മദാമ്മമാരൊക്കെ ഇവിടെ സൈക്കിൾ വിട്ടുമെങ്കിലും സാരി ഉടുത്ത ഒരു സ്ത്രീയെ മോഡലാക്കിക്കൊണ്ടുള്ള സൈക്കിളിൻ്റെ ഒരു പരസ്യം അത് ഒരു തരംഗമായി മാറി ലേഡീസിൻ്റെ ഇടയിൽ. അങ്ങനെ ലേഡീസിൻ്റെ ഇടയിൽ സൈക്കിൾസിൻ്റെ പ്രചാരം വർദ്ധിപ്പിച്ച ഒരു കമ്പനിയാണ് അറ്റ്ലസ്. നമുക്കറിയാം, ഹെർക്കുലീസാണ് MTB എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നതെങ്കിൽ അതിനു മുമ്പേ തന്നെ അഡ്വഞ്ചർ ബൈസൈക്കിൾ എന്നുള്ള പേരിൽ റിബൽ എന്ന ബ്രാൻഡിൽ അറ്റ്ലസ് ഒരു സൈക്കിൾ പുറത്തിറങ്ങിയിരുന്നു. വളരെ സ്പോർട്ടി ആയിട്ടുള്ള രൂപത്തിലുള്ള ഒരു സൈക്കിൾ. എന്നാൽ മഡ്ഗാർഡൊന്നും ഇതുപോലല്ല, നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മഡ്ഗാർഡ്, ആ രീതിയിലുള്ള ഒരു സൈക്കിൾ റിബൽ പുറത്തിറക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഗിയർ സൈക്കിൾ നിർമ്മിച്ചതും അറ്റ്ലസ് കമ്പനിയായിരുന്നു. കോൺകോഡ് എന്നുള്ള പേരിൽ ഗിയർ സൈക്കിൾ. അതിനുശേഷം ഇന്ത്യയിൽ ആദ്യത്തെ റേസിംഗ് ബൈസൈക്കിൾ അതും അറ്റ്ലസ് കമ്പനിയാണ് പുറത്തിറക്കിയത്. 1982 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യാഡിൽ ഒഫീഷ്യൽ സൈക്കിൾ അറ്റ്ലസിൻ്റെ റേസിംഗ് സൈക്കിളായിരുന്നു. അത് അറ്റ്ലസ് കമ്പനിയുടെ പ്രചാരം വാനോളം ഉയർത്തി എന്ന് തന്നെ പറയാം. 1965 തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈക്കിൾ മാനുഫാക്ചറിങ് കമ്പനി എന്നുള്ള പേര് അറ്റ്ലസ് നേടി. ഒരു വർഷം 40 ലക്ഷം സൈക്കിൾസ് എന്നുള്ള നിലയിലേക്ക് ഉൽപ്പാദനം വളർന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ഫാക്ടറികളും അതിനിടയിൽ ആരംഭിച്ചിരുന്നു. മധ്യപ്രദേശിലെ മെലാൻപൂർ, UPയിലെ സാഹിബാബാദ്, ഹരിയാനയിൽ തന്നെ റസോയി, പിന്നെ ഗുരുഗ്രാം എന്നിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അറ്റ്ലസ് സൈക്കിൾ ഫാക്ടറികൾ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ ഒരു വർഷം 40 ലക്ഷം സൈക്കിൾസ് എന്നുള്ള നിലയിലേക്ക് ഉൽപ്പാദനം വർദ്ധിച്ചു. ഉൽപ്പാദനം വ്യാവസായികമായി തുടങ്ങി. അതായത് 1953 വ്യാവസായിക ഉൽപ്പാദനം ആരംഭിക്കുന്നത് സോനാപെറ്റ് ഫാക്ടറിയിൽ. 1958 ആകുമ്പോഴേക്കും സൈക്കിൾസിന്റെ കയറ്റുമതിയും അറ്റ്ലസ് കമ്പനി ആരംഭിച്ചു. 2000 കാലഘട്ടത്തിൽ 50 രാജ്യങ്ങളിലേക്ക് അറ്റ്ലസ് സൈക്കിൾസ് കയറ്റി അയക്കപ്പെട്ടിരുന്നു. 1967 ജനുവരി 6 കപൂർ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കൾ നല്ല രീതിയിൽ തന്നെ ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോയി. 2000-ന് ശേഷം മക്കളുടെ അടുത്ത തലമുറ ഭരണം ഏറ്റെടുത്തതോടെ പക്ഷേ കമ്പനിയുടെ കഷ്ടകാലവും ആരംഭിക്കാൻ തുടങ്ങിയെന്ന് പറയാം. ആ കാലഘട്ടമാകുമ്പോഴേക്കും ഒന്നാമത് സെയിൽസ് കുറയുന്ന ഒരവസ്ഥ അത് അറ്റ്ലസ് മാത്രമല്ല എല്ലാ സൈക്കിൾ കമ്പനികൾക്കും വന്ന ഒരു പ്രശ്നമായിരുന്നു. അതായത് മോട്ടോർ വാഹനങ്ങളുടെ അമിതമായ ഉപയോഗം അത് സൈക്കിൾസിന്റെ സെയിൽസ് പൊതുവെ തളർത്തി. ഈ സമയത്താണ് കപൂറിന്റെ 3-ാം തലമുറ ഭരണം ഏറ്റെടുക്കുന്നത്. അവര് തുടക്കം തൊട്ടേ ഈ ഓരോ കുടുംബവും, അതായത് മക്കളുടെ
മക്കളുടെ ഫാമിലികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ ഫാമിലിയും ഓരോ ഫാക്ടറി അങ്ങ് ഏറ്റെടുത്തു. ഒരു ഐക്യം അവിടെ വെച്ച് തന്നെ തകർന്നു. പിന്നെ ഓരോ ഫാക്ടറിയും ഓരോ പ്രത്യേക ഭാഗത്ത് സെയിൽസ് എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ട് സെയിൽസ് വിഭജിക്കപ്പെട്ടു. ഇതുകൂടാതെ ഇവരൊക്കെ മത്സരിച്ച് ഓരോ വലിയ വലിയ സ്റ്റാറുകളെ കൊണ്ടുവന്ന് പരസ്യം, അല്ലെങ്കിൽ സെയിൽസും കുറവാണ്, വരുമാനവും കുറവാണ്, അതിൻ്റെ ഇടയിൽ ലക്ഷങ്ങൾ മുടക്കി പരസ്യം വേറെ. അപ്പോൾ കപൂറൊക്കെ പരസ്യം കൊടുത്തിരുന്നത് വളരെ സിമ്പിളായിട്ടായിരുന്നെങ്കിൽ ഇതങ്ങനെയൊന്നുമല്ല. വളരെ പ്രശസ്തരായ സിനിമാ നടൻ സുനിൽ ഷെട്ടി, ടെന്നീസ് താരം സാനിയ മിർസ, ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിന് ഗോൾഡ് മെഡൽ നേടിയ അഭിനവ് ബിന്ദ്ര തുടങ്ങിയ വൻകിട താരങ്ങളെ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾ. അങ്ങനെ സെയിൽസ് കുറവും ചെലവ് കൂടുതലും അങ്ങനെ കമ്പനി നഷ്ടത്തിലേക്ക് മാറാൻ തുടങ്ങി. 2014 മധ്യപ്രദേശിലെ മലാൻപൂർ കമ്പനി അടച്ചുപൂട്ടി. 2018 കമ്പനിക്ക് തുടക്കം കുറിച്ച സോണാപെറ്റ് ഫാക്ടറിയും അടച്ചുപൂട്ടി. ഇതിനിടയിലാണ് 2020 തുടക്കത്തിൽ കോവിഡ് എന്നുള്ള മഹാമാരി ലോകം മുഴുവൻ ആരംഭിക്കുന്നതും ലോക്ക്ഡൗൺ വരുന്നതും. അതോടെ എല്ലാം തീർന്നു. 2020 ജൂൺ 3 ഏറ്റവും വലിയ പ്ലാന്റായ സാഹിബാബാദിലെ ഫാക്ടറിയും അടച്ചുപൂട്ടി. ഇത് വിരോധാഭാസം. ഈ ജൂൺ 3 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബൈസിക്കിൾ ഡേ ആണ്. അന്നേ ദിവസമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈക്കിൾ കമ്പനിയായിരുന്ന അറ്റ്ലസ് കമ്പനി പൂർണ്ണമായും പ്രവർത്തനം നിലയ്ക്കുന്നത്. സാഹിബാബാദിലെ ഫാക്ടറിയുടെ ചാർജ് ഉണ്ടായിരുന്ന കുടുംബത്തിൻ്റെ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് കമ്പനി ഏത് നിമിഷവും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും, ആ ഫാക്ടറിയുടെ തന്നെ അധിക ഭൂമി വിറ്റഴിച്ച് ആ പൈസ ഉപയോഗിച്ച് ഫാക്ടറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് 5 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. സാധാരണക്കാരന് വേണ്ട സൈക്കിൾ മുതൽ ഏഷ്യാഡ് ഒഫീഷ്യൽ ബ്രാൻഡ് വരെ ആയ അറ്റ്ലസ് കമ്പനിയുടെ മറ്റൊരു ബഹുമതിയായിരുന്നു നോബൽ പ്രൈസ് വിന്നറായ അമർത്യ സെൻ. അദ്ദേഹം ബംഗാളിലെ ഗ്രാമങ്ങളിൽ ഉള്ള ഫീൽഡ് സ്റ്റഡിക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് ഒരു അറ്റ്ലസ് സൈക്കിളായിരുന്നു. ആ സൈക്കിൾ ഇന്ന് കൽക്കട്ടയിലെ മ്യൂസിയത്തിൽ പ്രദർശനത്തിനും വെച്ചിട്ടുണ്ട്. ഏതായാലും സഹീബാബാദിലെ പ്ലാന്റിൻ്റെ ചാർജുള്ള കുടുംബം അറിയുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് കമ്പനി വീണ്ടും പ്രവർത്തനം ആരംഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ സൈക്കിൾ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.